പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹാ മോദി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്തുതി. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിലെ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും വന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. വസ്ത്രത്തിലെ തിരുകുടുംബം പോലെ സന്തോഷത്തിൽ കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കറകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും സഹോദരനോട് തിന്മ പ്രവർത്തിക്കാത്തവനും അയൽക്കാരെതിരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവനും ദൈവത്തെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും അന്യായ പലിശ വാങ്ങാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു. അവൻ ഒരിക്കലും വിളകുകയില്ല. പിതാരംഭത്തിനും പരിശുദ്ധാത്മാനുസ്തുതി. രാത്രിയിലെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന് മാതൃക ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളോട് സദാ വസിക്കുന്നവനുമായ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്ത കർത്താവേ, അങ്ങയുടെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, പെസഹ ആചരിക്കേണ്ട ചട്ടം ഇതാണ്. പരദേശിയായ ഒരുവനും പെസഹ ഭക്ഷിക്കരുത്. എന്നാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമ പരിച്ഛേദനെങ്കിൽ അവന് ഭക്ഷിക്കാം. പരദേശിയും കൂലിക്കാരനും അത് ഭക്ഷിക്കരുത്. പാകം ചെയ്ത് വീട്ടിൽ വെച്ച് തന്നെ പെസഹ ഭക്ഷിക്കണം. മാംസത്തിൽ നിന്ന് അല്പം പോലും പുറത്തു കൊണ്ടുപോകരുത്. ആടിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത്. ഇസ്രായേൽ സമൂഹം മുഴുവൻ ഇത് ആചരിക്കണം. നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശി കർത്താവിൻ്റെ പെസഹ ആചരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം സ്വീകരിക്കണം. അതിനുശേഷം പെസഹ ആചരിക്കാം. അപ്പോൾ അവൻ സ്വദേശിയെ പോലെയാണ്. അപരിച്ഛേദരാരും പെസഹ ഭക്ഷിക്കരുത്. സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു നിയമമേ ഉണ്ടാകാവൂ. ഇസ്രായേൽക്കാരെല്ലാവരും അപ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് മോശയോടും അഹരോനോടും പറഞ്ഞതുപോലെ അവർ ചെയ്തു. ആ ദിവസം തന്നെ കർത്താവ് ഇസ്രായേൽ ജനത്തെ നിരനിരയായി ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായെ വിരുന്നും വിലയുമായി വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും സ്വർഗീയ വിരുന്നിൽ പങ്കാളിയായി കൃപനിൻ പെസഹായാൽ പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹാ മോദി. പിച്ചരുളുക കൃപനിൻ പെസഹായ നാഥാ, തേ സ്തുതിയും മാനം താതനും മഹിമ വന്ദനകൾ ശുദ്ധ മാവിനും ഉണ്ടാ ഉൾകൃപ പാപികളാ ഞങ്ങളിലും മേലും ലൂറിശിലേ വാതിൽ കുള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥന മശിഹാ സ്തോത്രം. കർത്താവേ സ്തോത്രം. കർത്താവേ നിത്യം ശരണവും